Hi friends, welcome back to my channel Be Creative with Nega. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു DIY സംഭവമാണ്. കുറേ കാലം നമ്മൾ DIY സംഭവം ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫേഷ്യൽ ബ്ലീച്ച് നമുക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ട് ചെയ്യാമെന്നാണ്. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോൾ സെലൂണിലൊക്കെ പോയി ചെയ്തിട്ട് പിമ്പിൾസ് വരുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാനും ആ കാറ്റഗറിയിൽ പെട്ട ഒരാളാണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട് മുന്നൊക്കെ, പക്ഷെ ചെയ്യുമ്പോഴത്തേനും എല്ലാം എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ സ്കിൻ ടൈപ്പ് അങ്ങനത്തെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും അങ്ങനത്തെ ഇപ്പോൾ സെലൂണിൽ പോയിട്ട് ചെയ്യുന്ന ഫേഷ്യൽ ആയാലും അതുപോലെ തന്നെ ഇതുപോലെ ക്ലെൻസിങ് അല്ലെങ്കിൽ ക്ലീനപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ, അതൊക്കെ എനിക്ക് തീരെ പറ്റുന്നില്ല. അത് എന്താണെന്നറിയില്ല, എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്തിട്ടൊന്നും അവർക്ക് വലിയ പ്രശ്നമില്ല, അവർക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇരുന്നിട്ടാണ് സാധനങ്ങളൊക്കെ ഇതേപോലത്തെ ഫേഷ്യലായാലും ബ്ലീച്ച് ആയാലും ഞാൻ ഹോം മെയ്ഡ് സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് പറ്റുന്നത്. ബാക്കിയൊന്നും അങ്ങനെ ക്രീം ആയാലും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ക്രീം ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, ഈ ബ്ലീച്ചും അതുപോലെ തന്നെ ഫേഷ്യൽ ക്രീംസ് ഒക്കെ നമുക്ക് ഇടുന്നുണ്ട്. അതിൽ ചില ക്രീംസ് ഒന്നും എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ചില ക്രീംസ് ഇടുമ്പോഴത്തേനും എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ DIY സംഭവം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലീച്ച് ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. DIY സംഭവം തന്നെയാണ്, പക്ഷേ 2 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. പക്ഷേ സൂപ്പർ സംഭവമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഈ സംഭവം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു ബ്ലീച്ച് ചെയ്യുമ്പോൾ, ഒരു സെലൂണിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ DIY സംഭവം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് നടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിനെ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ കേട്ടോ, നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം IDയിലേക്ക് പോകും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ എന്താ പറയുക, ഫേഷ്യൽ അല്ല ബ്ലീച്ച് ക്രീം എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാളൻ പുളിയാണ്. നമ്മൾ ഈ സാമ്പാറിലൊക്കെ ഇടില്ലേ, ആ പുളിയാണ് എടുത്തിരിക്കുന്നത്, കുടംപുളി അല്ല കേട്ടോ. അത് ഞാനൊരു ചെറിയ ബോളേ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഞാൻ ചെറിയ ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് കുതിർന്ന് അതിൻ്റെ കണ്ടോ ജ്യൂസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും, ആ പുളിയൊക്കെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ തിരുമ്പി കൊടുത്തിട്ട് അതിൻ്റെ ഈ കൊറ്റനെടുത്ത് കളയാം. നമുക്ക് ആ ജ്യൂസ് മാത്രമേ വേണ്ടൂ. നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ജ്യൂസ് മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലവർ ഉണ്ടല്ലോ, അതാണ് ചേർക്കാൻ പോകുന്നത്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. കാരണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതും നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതൊക്കെ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഫേസ് മാത്രമല്ല, കൈയും നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്യാം. ജസ്റ്റ് എന്താ പറയുക, ഒരു അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഫേസ് വാഷ് ചെയ്തിട്ട് ഇതേപോലെ ഈ പാക്ക് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുക. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ ഇച്ചിരി മടിയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്തില്ല, ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. പക്ഷേ നിങ്ങൾ കഴുത്തിലുണ്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യാൻ നോക്കാം കേട്ടോ. പച്ചവെള്ളത്തിൽ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫേസ് പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെളി കയറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ ടോൺ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ, ഒരുപാടിട്ട് ഡ്രാഗ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ കണ്ടോ, നല്ല വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് ഫേസ് ബ്രൈറ്റനപ്പ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ശരിക്കും നമ്മൾ ബ്ലീച്ച് ചെയ്യണ പോലെ തന്നെയാണ് ഈ ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.